ഇക്കണ്ട വർഷങ്ങൾ അത്രയും എൻ്റെ മനസ്സിൽ കിടന്ന് ഓടിക്കൊണ്ടിരുന്ന കഥയും കഥാപാത്രങ്ങളെയും ഞാൻ ഇന്ന് എൻ്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു. അതെ, ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ ഒരു മഹത്തായ നോവലാണ് ആടുജീവിതം. നജീബും സൈനുവും ഹക്കീമും മസറയും ആടുകളും അറബാബും അങ്ങനെ തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ തിങ്ങി നിറഞ്ഞ ആ ഒരു മഹത്തായ നോവൽ വായിച്ച അന്ന് മുതൽ മനസ്സിൽ കടന്ന് കറങ്ങുകയായിരുന്നു. ഇന്നത്തെ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം ഞാൻ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വായിച്ച പുസ്തകങ്ങൾ സിനിമകളാകുമ്പോൾ അത് കണ്ണിന് മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മൾ വായിച്ച നമ്മുടെ മനസ്സിൽ ഓടുന്ന ഒരു കഥയെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വായനക്കാരൻ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അതൊരു ദൃശ്യവിസ്മയമാക്കി മാറ്റിയതിന് ബ്ലസ്സി എന്ന ഡയറക്ടറിന് ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ റിവ്യൂയിലേക്ക് കിടക്കുകയാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിരിക്കുകയാണ്. അപ്പം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിഡുമോ ഷായ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ മലയാളത്തിന്റെ മഹത്തായ നോവലായ ആടുജീവിതം അങ്ങനെ സിനിമയായിരിക്കുകയാണ്. 2008 ബെന്യാമിൻ എഴുതിയ ഒരു നോവലാണ് ആടുജീവിതം. നജീബ് എന്ന പ്രവാസിയുടെ ദുരന്ത കഥയെ ആസ്പദമാക്കിയാണ് നോവൽ എഴുതിയിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങിയ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പിട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ മേളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ചിത്രം, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലസ്സിയാണ്. അതുപോലെ അതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. ഇതിന്റെ മെയിൻ നജീബ് എന്ന കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പൃഥ്വിരാജ് സുകുമാരൻ. വായിച്ച അന്ന് മുതൽ ഇതൊരു വിഷ്വലി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു കഥയായിരുന്നു ആടുജീവിതം. ഇവിടെ അത് നിറവേറുമ്പോൾ ഇരട്ടി മധുരമാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. ഒരുപാട് ലെജൻസ് ഒന്നിച്ചു ചേർന്ന ഒരു സിനിമ കൂടിയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2 ദിവസം ഇതിന്റെ അകത്തൊരു ചെറിയൊരു ഭാഗമായിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പോകാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും സ്ക്രീനിൽ ഒരു മിന്നായം പോലെ എൻ്റെ മുഖം ഒന്ന് മിന്നി മറിഞ്ഞു പോയി. അതിൽ ഇരട്ടി സന്തോഷമുണ്ട്. അപ്പം സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബുക്ക് വായിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ സംതൃപ്തിപ്പെടുത്തിയ ഒരു ചിത്രമാണ് ആടുജീവിതം. അല്ലാത്ത ബുക്ക് വായിക്കാത്തൊരു പ്രേക്ഷകനാണെങ്കിൽ കൂടി ഒരുപാട് ഫീലിങ്സുകൾ ഉണ്ടാക്കുന്ന, എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ചിന്ത നൽകുന്ന, അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നൊക്കെയുള്ള ആശ്ചര്യങ്ങൾ നൽകുന്ന രീതിയിലാണ് ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമായിരിക്കുമെന്ന് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിട്ട് കൂടി എൻ്റെ ഒപ്പം ഇരുന്ന് സിനിമ കണ്ടത് ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, യുവജനങ്ങളുണ്ടായിരുന്നു. പ്രായമായിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് അവര് വല്ലാത്തൊരവസ്ഥയിലേക്ക്, പൃഥ്വിരാജിന്റെ ഓരോ ആക്ടിങ് ഇതാകട്ടെ, കഥയുടെ ഒരു പോക്കിലാകട്ടെ, അവർ ഒരുപാട് ആകാംക്ഷ ഭരിതരായി അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷനോട് കൂടി ഇരുന്ന് എൻ്റെ അടുത്തിരുന്ന് കണ്ട പ്രായമുള്ളവരും എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുമായിരുന്നു. ഈ 2 കൂട്ടരും ഈ കഥ വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷയിൽ ഒരു വല്ലാത്തൊരു സൗണ്ടും എല്ലാം ഇട്ടിട്ടാണ് അവര് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ആ സിനിമയ്ക്ക് അവരിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഥ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം മുതലേ അടുത്ത് ഇന്നതാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. പക്ഷെ അതൊരു വിഷ്വലി കാണുന്ന ഉള്ളൊരു സുഖത്തിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തുന്ന, ഏത് തരം ഓഡിയൻസിനെയും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് ബ്ലസ്സി ഈ ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് സുകുമാരൻ. എന്താ ഈ മനുഷ്യനെ പറ്റി പറയാന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയാണ്, ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് വളരെ വലിയൊരു പൃഥ്വിരാജ് ഹേറ്റർ ആയിരുന്നു. എന്തോ അറിയില്ല, എനിക്ക് പൃഥ്വിരാജിനെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ പൃഥ്വിരാജിനോടുള്ള ഒരു ഇഷ്ടം വന്നു. പിന്നീട് ഒരു കൊള്ളാം, നല്ലൊരു ആക്ടറാണ്, അല്ലെങ്കിൽ കൊള്ളാം, ഒരു രാജുവേട്ടൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയ ഒരു ആളായിരുന്നു. ഈ പടം കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പൃഥ്വിരാജ് സ്ക്രീനിൽ കരയുന്ന കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത്. അത്ര മികച്ച രീതിയിൽ നജീബ് എന്ന കഥാപാത്രത്തെ അത്ര മികച്ച രീതിയിൽ, ഒരു ബുക്ക് വായിച്ചുകൊണ്ട് തന്നെ ആ ബുക്കില്
ആ ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. ആ ഒരു സാധനം സ്ക്രീനിൽ നമ്മളിലേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, ഒറ്റപ്പെടലിന്റെ ആ ഒരു വേദന കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പൃഥ്വിരാജ് ബോഡി കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ബ്രെയിൻ നമ്മുടെ തലച്ചോറ് തെറിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സാധനം, ഒരു ഷോട്ടും ഒരു പെർഫോമൻസും ഉണ്ട്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും, ഒരു സംശയമില്ലാതെ പറയാം. രാജുവേട്ട, കുറെ നാൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ ഹേറ്റ് ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ പൊളിയാണ്, ഒരു രക്ഷയില്ല. സെക്കൻഡ് പോസിറ്റീവ് എന്ന് പറയുന്നത് AR റഹ്മാൻ. എന്താ പറയാ, നമുക്ക് ആ ഇവർ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഹാഫ് ഒരു പച്ചപ്പ് മണക്കുന്ന, അല്ല വെള്ളം മണക്കുന്ന, നമ്മുടെ നാടിന്റെ മണം വരുന്ന രീതിയിലാണ് ഇതിനെ ഒരുക്കിയിരിക്കുന്നതെന്നും സെക്കൻഡ് ഹാഫ് എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു തീമും ഒക്കെയാണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത് സിനിമ കണ്ടപ്പോൾ അത് അതേപോലെ ഫീൽ ചെയ്യാൻ സാധിച്ചു. രണ്ട് ടൈപ്പുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, രണ്ട് ടൈപ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളാകട്ടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാകട്ടെ പടവുമായിട്ട് അത്ര എഴുതി ചേർന്ന് നിൽപ്പുണ്ട്. AR റഹ്മാൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു എന്ന് വരുത്തുന്ന രീതിയിൽ ഈ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. AR റഹ്മാൻ പൊളിച്ചു. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ബ്ലസ്സി. തന്മാത്ര, കാഴ്ച, ഈ സിനിമകളൊക്കെ കണ്ട് കരയാത്തൊരു മലയാളികൾ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഭ്രമരം, കാരണം അത്രയേറെ ടച്ചിങ് ആയ രീതിയിലും ഹ്യൂമൻ ഇമോഷൻസിനെ വെച്ച് കളിക്കാൻ അത്രയ്ക്ക് പുള്ളിക്ക് ബിരുദാണ്. പളുങ്ക് എന്ന് പറയുന്ന സിനിമയാണട്ടെ, ഇതെല്ലാം പ്രേക്ഷകന്റെ മനസ്സിനെ വെച്ച് കളിക്കാൻ ഭയങ്കര ബിരുദാണ് പുള്ളിക്ക്. പുള്ളിയുടെ ആ ഒരു മാജിക്ക് ഇവിടെ കൊണ്ടുപോയി ഇവിടെ തകർത്ത് വാരിയിട്ടുണ്ട് പുള്ളി. കാരണം വിഷ്വലി ഇത്ര നാൾ ഇത്ര വിഷ്വലിൽ ഇത്ര സെറ്റപ്പ് കൊണ്ടുവരുന്ന ഒരു സംഭവം എനിക്കൊന്ന് ഭ്രമരത്തിലാണ് കുറച്ചെങ്കിലും ഒരു വൈഡ് ഷോട്ടുകളും ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു മരുഭൂമി കാണിക്കുന്നത്, ഒരു തീവ്രത കാണിക്കുന്നത്, ഈ ഒറ്റപ്പെടലിന്റെ ഏകാന്തതയുടെ വേദന കാണിക്കുന്നത്, ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ എത്രത്തോളം ആ ബുക്കിനെ അരച്ച് കലക്കി കുടിച്ചത് കൊണ്ടാണ് ഇത്ര ആഴത്തിൽ ആ സിനിമേനെ ഓരോ സീൻ ബൈ സീൻ എടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നെ ഒരുപാട് ഹാപ്പി ആക്കി. ഈ 10-14 വർഷം അദ്ദേഹം കഷ്ടപ്പെട്ടതിന്റെ ഫലം ഈ ചിത്രത്തിലുണ്ട്. പിന്നെ പറയേണ്ടത് ഇതിന്റെ അകത്ത് വിഷ്വൽസ് ആണ്. സുനിൽ KS ആണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മികച്ച ഷോട്ടുകളാണുള്ളത്. ഒരു ഷോട്ട് പോലും വളരെ മോശമെന്നോ അല്ലെങ്കിൽ അത് ഒരു അലമ്പായി പോയെന്നോ അല്ലെങ്കിൽ ആംഗിൾ തെറ്റിപ്പോയെന്നോ അല്ലെങ്കിൽ ഫ്രെയിം ഔട്ട് ആയി പോയെന്നോ ഒന്നും തോന്നാത്ത രീതിയിൽ എല്ലാം പോളപ്പൻ വിഷ്വൽസ് ആണ്. കമലഹാസൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ അണ്ടർ വാട്ടർ സാധനങ്ങളൊക്കെ എടുത്തിരുന്നതെന്ന്. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്കും തോന്നി, എങ്ങനെയാണ് ഈ അണ്ടർ വാട്ടർ സാധനങ്ങൾ ഇത്രയും മനോഹരമായ രീതിയിൽ. ഈ അടുത്ത റീസെന്റ് ഇത്ര അണ്ടർ വാട്ടർ നല്ല സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്, ഗംഭീരം. അടുത്തൊരു പോസിറ്റീവ് പറയാനുള്ള എഡിറ്ററെ കുറിച്ചാണ്. എഡിറ്ററിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, സോറി. ട്രാൻസിഷൻസ് ആണ് ഭയങ്കരം. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുന്ന ട്രാൻസിഷന് ഒരു പിടുത്തം കിട്ടത്തില്ലാത്ത രീതിയിൽ അതിനെ മെർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഞെട്ടിപ്പോയി. 2-3 ഷോട്ട് ഒരു സാധനങ്ങളുണ്ട്, പൊളിച്ചടിക്കിട്ടുണ്ട്. അതുപോലെ തന്നെ അമലാപ്പോളിന്റെ റോള് വളരെ മനോഹരമായിട്ട് സൈനു എന്ന കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കുറെ നാളുകൾക്ക് ശേഷം സ്ക്രീനിൽ കാണുന്നുണ്ടാന്ന് തോന്നുന്നു. നല്ലൊരു രസം ഉണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ KR ഗോകുൽ, ഒരു യുവനടനാണ്. ഏറ്റവും പുതിയ ഡെബ്യൂ സിനിമയാണിത്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും ഹക്കീമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രകടനവും വളരെ നല്ലതായിട്ട് തന്നെ തോന്നി. ചില പോർഷൻസ് ഉണ്ട്, അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു വളർന്നു വരുന്ന ഒരു യുവ നടനായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചിത്രത്തിന് നെഗറ്റീവ് വശങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. എന്നാൽ കൂടി ബുക്ക് വായിച്ച ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ബുക്കിൽ വായിച്ച കുറച്ച് എനിക്ക് എന്നിൽ രസകരമായി ഉണ്ടായ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് സിനിമയിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അതൊരു ചെറിയൊരു നിരാശ എന്നിൽ ഉണ്ടാക്കി. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് വളരെ മികച്ചതായിട്ട് തന്നെയാണ് നിന്നത്. ബുക്കിൽ ശരിക്കും നജീബ് എന്ന് പറയുന്ന ആള് എല്ലാ കാര്യത്തിനെയും ഒരു രസകരമായിട്ട് ഒരു തമാശയും കലർന്ന ഒരു നർമ്മത്തിൽ കലർന്ന രീതിയിലാണ് എല്ലാ കാര്യത്തിനും എടുക്കുന്നത്. തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ കൂടി അതിനെ ഒരു നർമ്മത്തിന്റെ രീതിയിലാണ് അദ്ദേഹം കാണാറ്. എന്നാൽ ആ ഒരു സാധനങ്ങൾ സിനിമയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ബുക്ക് പോലെ ചെയ്യാൻ പോയാൽ ഇതൊരു 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സിനിമയായി മാറും.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ടാവാം ഞാൻ വായിച്ച കുറെ സാധനങ്ങളും ഇതിനകത്ത് കട്ടായി പോയത്. അതൊരു വലിയൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നില്ല, പിന്നെ ഒരു നെഗറ്റീവ് പറയണ്ടേന്ന് ഓർത്തിട്ട് മാത്രം പറയുന്നതാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നുള്ളൊരു മഹത്തായ കോട്ടാണ് ബുക്കിലുള്ളത്. അതേ കോട്ട് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി. കാരണം സാധാരണക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടാണ് അത്. അതുകൂടാതെ തന്നെ എല്ലാത്തരം പ്രേക്ഷകരെയും കണക്ട് ആക്കാൻ പറ്റിയ ഏതൊരാളെയും, ഏതൊരു പ്രവാസിയെയും, ഏതൊരു നാട് വിട്ട് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട് ചിത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പുണ്ട്. അത് നിങ്ങൾ പ്രവാസിയായിട്ടുള്ളവർക്ക് ഒരു സ്പെഷ്യൽ സാധനമാണ്. അത് നിങ്ങൾ പോയി ഒന്ന് എൻജോയ് ചെയ്ത് നോക്കുക. അപ്പം ചിത്രം കാണാൻ താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഇത് നമ്മുടെ മലയാളികൾ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ മലയാളി ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു ജീവിതകഥയാണ്. ജീവിതകഥ എന്ന് ഞാൻ പറയുന്നില്ല, ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പൊ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. നമ്മുടെ സിനിമയാണ്, നമ്മൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഇനി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.